BS6 ഫേസ് 2 വന്നതിന് ശേഷമുള്ള ഒരു വണ്ടിയുടെ മൈലേജ് ആണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ യൂസർ എക്സ്പീരിയൻസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ മറ്റ് കണ്ടന്റ്സിലോട്ട് പോകണമെന്ന് പലരും പറയാറുണ്ട്. നമ്മളിപ്പോൾ വേറെ ആവശ്യത്തിന് ഒരു ഡ്രൈവ് പോവാണ്. അപ്പം ആ ഡ്രൈവിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്തുമാത്രമാണെന്നാണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നോർമൽ ഒരാൾ ഒരു യാത്രയിൽ എത്ര കിട്ടുന്നുള്ള മൈലേജാണ് റിയൽ എക്സ്പീരിയൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ടാങ്ക് ടു ടാങ്ക് ഒന്നും എല്ലാവരും അടിച്ച് നോക്കാറില്ല, അല്ലെങ്കിൽ മൈലേജ് കിട്ടാനായിട്ടുള്ള ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലൊന്നും നോക്കാതെ നമ്മൾ നോർമൽ ഒരാൾ ഒരു സ്ഥലം വരെ പോയിട്ട് വരുമ്പോൾ സിറ്റി ട്രാഫിക് കാണും, മഴ കാണും, അങ്ങനെ പല കണ്ടീഷൻസിൽ കൂടെ വണ്ടി ഓടിച്ചു പോകും. എത്ര മൈലേജ് കിട്ടി എന്നുള്ളത് നമ്മൾ ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന വണ്ടി Hyundai Venue 2023 വേരിയൻ്റ് ആണ്. നമുക്കപ്പം നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ ട്രിപ്പ് റീസെറ്റ് ആക്കിയിട്ടുണ്ട്, 00 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മൈലേജ് വെന്യൂ ഡീസൽ 2023 മോഡൽ തരുന്നുണ്ടെന്ന്. ഇതിൻ്റെ പ്രത്യേകത വെന്യൂ ആണെങ്കിലും ക്രെറ്റയുടെ എഞ്ചിനാണ് ഇപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു വ്യത്യാസത്തിൽ പെർഫോമൻസിൻ്റെ വ്യത്യാസമുണ്ട്, മൈലേജിൻ്റെ വ്യത്യാസമുണ്ട്, അതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ റേഞ്ച് കാണിച്ചിരിക്കുന്നത് 532 കിലോമീറ്റർ ആണ്. അപ്പം നമുക്ക് ആ ഒരു ടെസ്റ്റ് കൂടെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ റേഞ്ച് എന്തുമാത്രം ആക്യുറേറ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 532 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് കോട്ടയം വരെ കാണിച്ചിരിക്കുന്നത് ഏകദേശം 52 കിലോമീറ്റേഴ്സ് ആണ്. അപ്പം കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നല്ല മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സൺറൂഫൊക്കെ ഓപ്പൺ ആക്കി, സൺറൂഫിൻ്റെ കവർ ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഫീലിലൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ മൈലേജ് നോക്കിയല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അത്യാവശ്യം ഡ്രൈവ് എൻജോയ് ചെയ്ത് തന്നെ ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൽ എത്രയാണ് മൈലേജ് നമുക്ക് കിട്ടുന്നത്, റിയലായിട്ട് വെന്യൂ ഡീസലിന് എത്ര മൈലേജ് കിട്ടുന്നു എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ 2 കിലോമീറ്റേഴ്സ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത്. 2 കിലോമീറ്റർ നമ്മൾ ഓടിച്ചതിൽ 21.1 കിലോമീറ്റർ ആണ് നമുക്ക് മൈലേജ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൈലേജ് നിങ്ങൾ കൂട്ടേണ്ട, കാരണം സിറ്റിയുടെയും ഹൈവേയുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള മൈലേജ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം നമ്മൾ ആദ്യത്തെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, നമ്മളൊരു സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. സിറ്റി മീൻസ് റാന്നി ടൗൺ ആണ്. അപ്പോൾ സിറ്റി മൈലേജും കൂടെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഇത് വെന്യൂവിൻ്റെ SX വേരിയൻ്റ് ആണ്, അതായത് ഡീസലിൻ്റെ സെക്കൻഡ് ഓപ്ഷനാണ്. അതായത് ഇതിൻ്റെ മുകളിൽ SX ഓപ്ഷനിലൂടെ വന്നിട്ടുണ്ട്. അപ്പം ഇതിന് ടോപ്പ് വേരിയൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റ് ആണ്. ആ SX ഓപ്ഷനിൽ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് അതിന് വരുന്നത്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സൈസ് കുറച്ചുകൂടെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ കുറച്ച് വ്യത്യാസങ്ങളേ വന്നിട്ടുള്ളൂ. അപ്പം ഇതതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണ്. പിന്നെ വെന്യൂവിൻ്റെ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ വെന്യൂ ഇപ്പോഴും വരുന്ന വെന്യൂസ് എല്ലാം ക്രെറ്റയുടെ സെയിം എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്നത് മീൻസ് ആഫ്റ്റർ മാർച്ചിന് ശേഷം വരുന്ന വണ്ടികൾക്ക് മാത്രം ക്രെറ്റയുടെ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1.5 ലിറ്റർ BS 6.2 എഞ്ചിനാണ് ഇപ്പോഴത്തെ വെന്യൂസിൽ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നേരത്തെ 100 bhp കൊടുത്തിരുന്നിടത്ത് ഇപ്പോൾ 116 bhp ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുപോലെ 10 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് പവർ കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് മൈലേജ് കൂടുമോ, പവർ കൂടിയത് കൊണ്ട് മൈലേജ് കുറയുമോ എന്നറിയില്ല. അതുപോലെ BS 6.2 വന്നതുകൊണ്ട് കുറച്ച് മൈലേജ് കൂടാനും സാധ്യതയുണ്ട്. മഴ വരാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ മൈലേജ് കൂടാനും മൈലേജ് കുറയാനും സാധ്യതയുണ്ട്. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ 20.5 കിലോമീറ്റർ ആണ് 10 കിലോമീറ്റേഴ്സിൻ്റെ ആവറേജ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ സിറ്റിയിൽ കയറി ഇറങ്ങിയതിൻ്റെ കൂടെ ഉള്ള ആവറേജ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളി കോർണറിങ് സ്റ്റെബിലിറ്റിയാണ് പുതിയ വെന്യൂവിൽ വന്നിരിക്കുന്നത്. നേരത്തെ ഉള്ള, അതായത് പഴയ വെന്യൂവിലും വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇവരുടെ സ്റ്റിയറിംഗ് സ്റ്റിഫ്നെസ്സും അതുപോലെ കൺട്രോൾസ് ഒക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്റ്റെബിലിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വെന്യൂ യൂസ് ചെയ്യുന്നവർക്ക് എന്താണ് ഫീൽ ചെയ്ത് എന്നുള്ളതെന്ന് പറയുക. പിന്നെ ഇത് നമ്മുടെ പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, നമ്മളുള്ളത് കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഇത് വേറൊരു രീതിയിലും നിങ്ങൾ എടുക്കരുത്. ഞാനൊരു ഡ്രൈവ് പോയപ്പോൾ എനിക്ക് എത്ര മൈലേജ് കിട്ടി എന്നുള്ളത് റിയലായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് പുതിയ വെന്യൂ ആയ സ്ഥിതിക്ക് ഇപ്പം പുതിയതായിട്ട് ബുക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ വെന്യൂ ആയിരിക്കും കിട്ടുന്നത്, ഡീസൽ ബുക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ അവർക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ 39.6 40 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മൈലേജ് 19.9 ആണ്. അതായത് 467 ആയിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ റേഞ്ച്.
അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എത്ര, അതായത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്ന് ഓക്കെ ആയിട്ടുണ്ടോ എന്ന്. കാരണം എത്ര കിലോമീറ്റർ ഓടി? 40 കിലോമീറ്റേഴ്സ്. നമ്മൾ ആദ്യം കാണിച്ചിരുന്നത് എത്രയായിരുന്നു? 520 ഒക്കെ ഉണ്ടല്ലോ. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് താഴെ കൊടുത്തേക്കാം. അപ്പോൾ മൈലേജ് വലിയ ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നമ്മൾ കുറേ സിറ്റീസ് കവർ ചെയ്തു, ഹൈവേസും അതും നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന റോഡ്സ് ഒന്നും അല്ലായിരുന്നു. കേഴ്സും കയറ്റും ഇറക്കും ഒക്കെ ഉണ്ടായിരുന്ന റോഡ്സ് ആയിരുന്നു. എന്നിട്ട് തന്നെയുള്ള മൈലേജാണ് ഈ കാണുന്നത്. അപ്പം സ്ട്രെയിറ്റ് ഹൈവേയിൽ, അതായത് ക്രൂസ് ഇട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ്സിൽ എന്തായാലും ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് കിട്ടും. പിന്നെ നിങ്ങൾ വെന്യൂവിൻ്റെ യൂസേഴ്സ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നു എന്നുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മൾക്കൊരു 50 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ ബാക്കി അപ്ഡേറ്റ് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ വൺ സൈഡ് ഡ്രൈവ് കഴിയാറായി. 52 കിലോമീറ്റർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്, പക്ഷേ നമ്മൾ കുറച്ചുകൂടെ അപ്പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ 58.1 കിലോമീറ്റർ ആണ് നമ്മൾ ഇതുവരെ ഓടിയിട്ടുള്ളത്. അതിൽ മൈലേജ് ആവറേജ് കിട്ടിയിട്ടുള്ളത് 18.8 ആണ്. 445 ആണ് ഇനിയുമുള്ള റേഞ്ച്. അപ്പോൾ നമ്മൾ കുറേ സിറ്റി, അതായത് കോട്ടയം, കഞ്ഞിക്കുഴി, അങ്ങനെ കുറേ സിറ്റി ഡ്രൈവ്, ഒത്തിരി ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് നമുക്ക് മൈലേജ് അത്രയും ഡ്രോപ്പ് വന്നത്. എങ്കിലും കുഴപ്പമില്ല അല്ലേ 18.8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 50 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. തിരിച്ച് നമ്മൾ എത്തുമ്പോൾ ബാക്കി മൊത്തത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, 304 കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ റേഞ്ച് കാണിച്ചിരിക്കുന്നത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 138 കിലോമീറ്റേഴ്സ്. 10 ലിറ്ററാണ് ഞങ്ങൾ ഡീസൽ അടിക്കുന്നത്. എന്നിട്ട് റേഞ്ച് എത്ര കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഞങ്ങൾ വേണ്ട ഫ്യൂവൽ അടിച്ചപ്പോൾ വീണ്ടും 536 റേഞ്ച് എത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, കാരണം ഒട്ടും ആക്യുറേറ്റ് അല്ലാത്തതായിട്ടാണ് റേഞ്ചിൻ്റെ കാര്യം എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് കിലോമീറ്റർ ഉള്ളൂ, 20-30 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥലത്തെത്തും. അപ്പോൾ നമുക്ക് ഫൈനൽ അപ്ഡേറ്റ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കോർണറിങ് ഹെഡ് ലാമ്പ്സ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് വളവ് തിരിയുമ്പം ആ സൈഡിലോട്ട് വേറൊരു ഹെഡ് ലാമ്പ് കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യൂ ഒന്നാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു അങ്ങോട്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഓക്കെ, ഇപ്പോൾ ഇനിയും നമ്മുടെ മൈലേജിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 144 കിലോമീറ്റേഴ്സാണ് നമ്മൾ ഇതുവരെ ഡ്രൈവ് ചെയ്തത്. ഒരു 150 കൂട്ടിക്കോ, 150 കിലോമീറ്റേഴ്സിൽ നമുക്ക് കിട്ടിയത് 18.1 നമുക്ക് കിട്ടിയ ആവറേജ് മൈലേജ്. അപ്പം 18 മൈലേജ് ഓക്കെയാണ്. ഡീസലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബെറ്റർ ആണെന്ന് പറയാനൊക്കില്ല, എങ്കിലും ഓക്കെ മൈലേജ് ആണ്. പക്ഷേ നമ്മൾ പോയത് മൊത്തം ട്രാഫിക് ആയിരുന്നു. നല്ല ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി. പിന്നെ ഇടയ്ക്ക് നമ്മൾ വണ്ടി കുറേ നേരം സ്റ്റോപ്പ് ചെയ്ത് ഈ സൈഡിട്ടിരുന്നു. അതെല്ലാം കൂടെ ആയപ്പോഴാണ് അത്രയും കുറഞ്ഞതെന്ന് തോന്നുന്നു. നല്ലൊരു ഹൈവേ പിടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 22 അല്ലേ, 22 ഒക്കെ കിട്ടത്തില്ലേ? കിട്ടും, അതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഒരു ആവറേജ്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ മൈലേജ് ടെസ്റ്റിൻ്റെ ഫൈനൽ റിസൾട്ട്. 17.9 ആയി കേട്ടോ. അപ്പം ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് റോഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്രയോടെ കുറഞ്ഞത്. ഓക്കെ, ഇപ്പം മൈലേജ് നിങ്ങൾക്ക് വെന്യൂ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുപോലുള്ള വെറൈറ്റി കണ്ടന്റ്സും ഇനിയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.